തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അച്ഛൻ സമാധിയായെന്ന് മക്കൾ. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശി സുനിൽ സമാധിയായെന്ന് മക്കൾ ബോർഡ് സ്ഥാപിച്ചത്. 2 ആൺമക്കൾ ചേർന്ന് മൃതദേഹം കുഴിച്ചുമൂടി സ്മാരകം വെക്കുകയായിരുന്നു. സന്യാസിയായ അച്ഛൻ സമാധിയായെന്നാണ് മക്കൾ പറയുന്നത്. തുടർന്ന് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. ഇതോടെ മൃതദേഹം അടക്കം ചെയ്ത സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനായി പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കളക്ടറുടെ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് മൃതദേഹം പുറത്തെടുക്കാനാണ് തീരുമാനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം അറിയാനാകൂ. അച്ഛൻ താൻ സമാധിയാകുവാൻ പോകുന്നതായി പറഞ്ഞെന്നും പീഠത്തിനരികിൽ പത്മാസനത്തിൽ ഇരുന്നെന്നുമാണ് മക്കൾ പറയുന്നത്. വീടിന് മുന്നിലെ ക്ഷേത്രത്തിന് സമീപത്ത് സമാധിപീഠം ഒരുക്കിയിരുന്നതായി മക്കളും ഗോപൻ സ്വാമിയുടെ ഭാര്യയും പറഞ്ഞു. സമാധിപീഠത്തിലിരുന്ന് മുൻപേ കരുതി വെച്ചിരുന്ന സ്ലാബിട്ട് അടയ്ക്കുകയായിരുന്നു. ഇന്നലെയാണ് നെയ്യാറ്റിൻകരയിൽ സമാധി വിവാദം ഉയരുന്നത്. ഗോപൻ സ്വാമി എന്ന നാട്ടുകാർ വിളിക്കുന്ന ഗോപൻ സ്വന്തമായി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ പൂജ നടത്തി വരികയായിരുന്നു. പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാരിൽ ചിലർക്ക് സംശയമുണ്ടാകുന്നത്. തൊട്ടടുത്ത വീട്ടുകാർ പോലും ഗോപന്റെ മരണവിവരം അറിഞ്ഞിരുന്നില്ല. സമാധിയായെന്നും കുഴിച്ചുമൂടിയെന്നും മക്കൾ പറഞ്ഞതോടെയാണ് നാട്ടുകാർ ഇക്കാര്യം അറിയുന്നത്. എന്നാൽ തൊട്ടു മുമ്പത്തെ ദിവസം പോലും പുറത്തു കണ്ട ആൾ മരണപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമാധിയാകുന്ന വ്യക്തിയെ അടക്കം ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ലെന്നും മണിക്കൂറുകളോളം നീളുന്ന പൂജാകർമ്മങ്ങൾ നടത്താനുള്ളതുകൊണ്ടാണ് പുറത്തറിയിക്കാത്തതെന്നും പൂജാരിയായ രാജസേനൻ പറഞ്ഞു. നെയ്യാറ്റിൻകര CIയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്.